കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാണല്ലോ ഏറ്റുമാനൂർ ശിവക്ഷേത്രം. അവിടുത്തെ ഉത്സവത്തിൻ്റെ കുറേ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ഏറ്റുമാനൂർ എന്ന പേര് തന്നെ ഉത്ഭവിച്ചതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. മാനുള്ള ഊരായതുകൊണ്ടും അല്ലെങ്കിൽ 8 മനക്കാർ ഊരാളന്മാരായിട്ടുണ്ട ഒരു ക്ഷേത്രമായിരുന്നു ആണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഖരൻ എന്നൊരു അസുരൻ ശിവഭഗവാന്റെ പ്രീതിക്കായി തപസ്സനുഷ്ഠിക്കുകയും പ്രസാദിച്ച ശിവഭഗവാൻ 3 ജ്യോതിർലിംഗങ്ങൾ ഖരന് നൽകുകയും ചെയ്തു. തിരിച്ചുള്ള യാത്രക്കിടയിൽ ഒരെണ്ണം വൈക്കത്തും, ഒരെണ്ണം കടുത്തുരുത്തിയിലും, ഒരെണ്ണം ഏറ്റുമാനൂരും വയ്ക്കുകയും അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും ശിവഭഗവാന്റെ പേരിലുള്ള ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു. ഈ 3 സ്ഥലത്തും ഒരേ ദിവസം ദർശനം നടത്തുന്നത് അനുഗ്രഹപ്രദമാണ് എന്ന് പറയപ്പെടുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയുള്ള 7.5 പൊന്നാനയും അതുപോലെ 8ാം ഉത്സവത്തിന് എടുക്കുന്ന വലിയ വിളക്കുമാണ്. ഉത്സവത്തിന് ശേഷം 2 ദിവസം കൂടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച മണ്ഡപത്തിൽ 7.5 പൊന്നാനയെ നമുക്ക് ദർശിക്കാവുന്നതാണ്. 7 വലിയ ആനകളും ഒരു ചെറിയ ആനയുമാണ്. പ്ലാവിൻ്റെ തടിയിലാണ് ഇത് തീർത്തിരിക്കുന്നത്. സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. മാർത്താണ്ഡവർമ്മ രാജാവാണ് ഈ നേർച്ച 7.5 പൊന്നാനയെ സമർപ്പിക്കാമെന്നുള്ള നേർച്ച നേർന്നതെന്ന് ആണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് വളരെ പ്രസിദ്ധമായ മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട്. നടരാജൻ്റെ രൂപമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാലത്തിൻ്റെ ക്ഷതങ്ങളേറ്റ ഈ പെയിൻറ്റിങ്സിൽ ഇപ്പോൾ കുറേയധികം മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിപുരാതനമായ 1000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണല്ലോ. അതിപുരാതനമായിട്ടുള്ള മച്ച് പോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. പള്ളിവേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗജവീരന്മാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏഴര പൊന്നാനയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. 7.5 പൊന്നാന ആദ്യം വൈക്കം ക്ഷേത്രത്തിലൊക്കെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നുവെന്നും അത് നിർമ്മിച്ച ശേഷം വൈക്കത്തോട്ടുള്ള യാത്രക്കിടയിൽ രാജാവും പരിവാരങ്ങളും ഏറ്റുമാനൂർ വിശ്രമിച്ചു ഇവിടെ 7.5 പൊന്നാനെ കുറേ സമയം വയ്ക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് കുറച്ച് നാഗങ്ങൾ അതിൽ ചുറ്റിയിരിക്കുന്നതായി മനസ്സിലാക്കുകയും പിന്നീട് പ്രശ്നം വെച്ചതനുസരിച്ച് 7.5 പൊന്നാനെ ഏറ്റുമാനൂരിന് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ ഏറ്റുമാനൂരും വൈക്കം ക്ഷേത്രവും തമ്മിലൊരു ചെറിയ സ്പർദ്ധ നിലനിന്നതായി പറയപ്പെടുന്നു. ഏറ്റുമാനൂരും വൈക്കത്തുമുള്ള ഉത്സവങ്ങളിൽ പരസ്പരം പങ്കെടുക്കാതെയും പോന്നിരുന്നു. ഇപ്പോഴുള്ള കാലത്ത് ആ സ്ഥിതിഗതികളെല്ലാം മാറിയതായി അറിയപ്പെടുന്നു.